ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. സൗണ്ട് എല്ലാ വീഡിയോയിലും ഒരു ഭൂരിഭാഗം വീഡിയോയിലും ഞാൻ പറയും പോലെ എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ് ഗൈസ്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതേ നമ്മുടെ റംബുട്ടാൻ വിളവെടുപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും റംബുട്ടാൻ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചുമന്ന് മരം കാണാത്ത വിധം എല്ലായിടത്തും ഇങ്ങനെ കാച്ചു നിൽപ്പുണ്ടല്ലേ. നമ്മുടെ വീട്ടിലും 2 മരം ഉണ്ട് കേട്ടോ. അപ്പോൾ 2 മരത്തിൽ നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. ഒരു മരത്തിൽ തീരുമ്പോഴത്തേനും അടുത്ത മരത്തിൽ നമ്മുടെ കഴിക്കാൻ പാകമാകുള്ളൂ കേട്ടോ. ആ രീതിയിലാണ് അവർ പൂത്ത് കാച്ചു നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു പട്ടി ഷോയാണ് ഗൈസ്. ഇതിപ്പോൾ നമ്മൾ മരത്തിൻ്റെ ചവറിറക്കിയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് കേട്ടോ. അതാണ് ഇത്ര അടുത്ത് എനിക്ക് കിട്ടുന്നത്. ഇത് ഞാൻ ഈ ഷോ കാണിക്കുമ്പോൾ ഏത് സമയവും എൻ്റെ തലയിലേക്ക് വീഴാം. പക്ഷേ എങ്കിലും ഞാൻ എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുകയാണ് സുഹൃത്തുക്കളെ, ചെയ്യുകയാണ്. അപ്പോൾ കണ്ട അത് വെട്ടി ഇങ്ങനെ ഇട്ടിട്ട് തൂങ്ങിക്കിടക്കുകയാണ് കേട്ടോ. ഭാഗ്യവശാൽ എനിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ കുഞ്ഞൻ താഴെ ഇറങ്ങി വന്നിട്ട്, കുഞ്ഞിനാണ് വെട്ടിയത് കേട്ടോ, താഴെ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ നിറച്ചും ഉള്ളത് പറിച്ചെടുക്കുകയാണ്. നിസറുണ്ടായിരുന്നു കേട്ടോ. നിസറ്, നീറ്, പുളിയുറുമ്പ് എന്നൊക്കെ പറയും. ഓരോ നാട്ടിൽ ഓരോന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ വാർക്കയുടെ മുകളിൽ കയറുവാണെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒടിച്ചൊടിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയിട്ട് അതിസാഹസികമായിട്ട് നമ്മുടെ റംബുട്ടാൻസ് പറിച്ചെടുക്കുകയാണ്. അത് കണ്ടോ, ഒത്തിരിയും താഴെ പോയിട്ടുണ്ട് കേട്ടോ. ഒത്തിരിയും താഴെ ചാടിപ്പോയി, പച്ചനെ തന്നെ അതങ്ങനെ താഴെ പോയിട്ട് ചീത്തയായി പോയതാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് റംബുട്ടാൻ വിളവെടുക്കാൻ കയറിയേക്കണം കേട്ടോ. അപ്പോൾ ഒടിച്ചൊടിച്ചാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് റംബുട്ടാൻ. അപ്പം നമ്മൾ ആ തണ്ടോടുകൂടി ഒടിച്ചൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ് കേട്ടോ. മരങ്ങളൊക്കെ വളർന്നപ്പോഴത്തേനും നിരകളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വാർക്കയുടെ മുകളിൽ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ വെട്ടിയെടുത്തത് ഒടിച്ചൊടിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളല്ല, ഞാൻ തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ബക്കറ്റിലേക്ക് നിറച്ചും അടുത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റംബുട്ടാൻ പറിക്കുമ്പോഴത്തേനും കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ കമ്പ് ഒടിച്ച് അടർത്തി മാറ്റാതെ വെക്കുവാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അടുത്തി എടുക്കുമ്പോഴത്തേനും ഒരു ചെറിയ വാട്ടം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം വെക്കാനാണെങ്കിൽ നിങ്ങൾ ഒടിച്ച പാടെ തന്നെ വെക്കണമായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റംബുട്ടാൻ എല്ലാം കൂടെ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ടൈറ്റായിട്ടിരിക്കുന്ന ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊളിക്കുമ്പോഴത്തേനും കഴുകിയിട്ടാണ് പൊളിക്കണമെങ്കിൽ കരടൊന്നും ഉണ്ടാവില്ല. അത് കഴുകിയിട്ട് നമ്മൾ പൊളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കരടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്ത് അതിൻ്റെ അകത്ത് വെള്ളം കയറുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പൊളിക്കണതിന് മുന്നേ വാഷ് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ നമ്മളെ കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. നോക്കിക്കേ എന്ത് രസമായിരിക്കണ കാണാൻ, കുഞ്ഞു മുട്ട പോലെ ഉണ്ടല്ലേ, നമ്മുടെ കാടമുട്ട പോലെ. അപ്പോൾ അത് ഞാൻ അടച്ച് നമ്മുടെ ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണം. പിന്നെ വേറെ ഒരു ഗുണമുള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റംബുട്ടാൻ സീസൺ അങ്ങ് കഴിയും. ഇത് കഴിയുമ്പോഴത്തേനും നമുക്ക് റംബുട്ടാൻ തിന്നണമെന്ന് ആഗ്രഹം വരുമ്പോഴത്തേനും ഇങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ. നമ്മളിവിടെ കഴിഞ്ഞ കൊല്ലം കുറേ ഫ്രീസ് ചെയ്ത് വെച്ചായിരുന്നു. ഞാൻ അന്ന് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അന്ന് അത്ര ഓടിയില്ല. പക്ഷേ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കാണണം കേട്ടോ. റംബുട്ടാൻ ഒരുപാടുള്ള വീട്ടിൽ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ റംബുട്ടാൻ കഴിക്കണേക്കാളും ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഫ്രീസ് ചെയ്തത് മാറ്റി തണുപ്പൊക്കെ മാറ്റി കഴിക്കുമ്പോൾ പഴയ രുചിയിലേക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ, സീ യു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ. ഇതൊരു നല്ല പുതിയ ഐഡിയ അല്ലേ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ, സീ യു.